ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെൽറ്റിംഗ് മീ സോഫ്റ്റ്ലിയുടെ എപ്പിസോഡ് 2 എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഷൂട്ടിംഗ് സ്റ്റാർസ് ഞാൻ എന്താണെങ്കിലും ഇട്ടോ, അതെന്താണെങ്കിലും വഴി ഡ്രോപ്പ് ചെയ്യില്ല. ഇവന്തോ എനിക്ക് വ്യൂസ് കുറവാണെങ്കിലും ഞാനത് ഡ്രോപ്പ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളെ നമുക്ക് കഥ കേട്ടാലോ. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ അറിയാലോ വൻ സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇവൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ ചാനിൻ്റെ, അവന് നമ്മുടെ കോലമ്പുടിയനെ പിടിച്ചിട്ട് ഇങ്ങനെ മിരട്ടുവാണ്. അപ്പോൾ കോലമ്പുടിയനോട് ഇങ്ങനെ പറയും, നീ ഞാൻ പറയണ പോലെ തന്നെ ചെയ്യണം. നീ അന്നത്തെ ദിവസം ചാനിനെ കണ്ടിട്ടേ ഇല്ല, നീ നിൻ്റെ ഓഫീസിൽ നിന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ പറയും, അല്ല സാർ, ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ പറയും, അതൊന്നും നീ അറിയണ്ട, നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാൻ നമ്മളുടെ ആരെയും പെർമിഷനോട് കൂടിയല്ല, അവൻ സ്വയമാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഏറ്റെടുത്ത് ചെയ്യണത്. അപ്പോൾ അവൻ പറയും, അതല്ലല്ലോ സത്യം. അപ്പോൾ ഡയറക്ടർ പറയും, ഇത് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ, ഇവിടെ കഥകൾ ഉണ്ടാക്കിയാണ് ഇവിടെ നമ്മൾ ജീവിക്കണത്. ഒരു കണക്കിന് നമ്മുടെ കോലമുടിയൻ സമ്മതിക്കും. അപ്പോൾ ഇയാൾ ചോദിക്കും, വേറെ ആരൊക്കെ അറിയാം? അപ്പോൾ നമ്മുടെ ഫിയാൻസിക്ക് അറിയാമല്ലോ, ഹേയോങ്ങിന്. അപ്പോൾ ഡയറക്ടർ പറയും, ഓഫ്, അവളെ വായടപ്പിക്കാൻ എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ ഡയറക്ടർ വയ്ക്കും, അവളുടെ അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് അല്ലേ. പിന്നെ കാണിക്കുന്നത് ഹേയങ് ഈ ഡയറക്ടറോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്ത് പറ്റി ചാനിൻ്റെ, അവൾ ആകെ ഇമോഷണലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ പറയും, ഈ പ്രൊജക്റ്റ് മൊത്തത്തിൽ അപ്രത്യക്ഷമാവാണ്. ഈ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ മരിക്കുകയും ചെയ്ത്, ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ മുങ്ങുകയും ചെയ്ത്. അപ്പോൾ അവൾ പറയും, ഈ ലബോറട്ടറി എവിടെയാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ഒന്ന് നോക്കട്ടെ അവനെ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നീ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, സിയുൻ്റെ ഒന്ന് എനിക്ക് കോൾ വന്ന് ഈ ഒരു കേസ് നമ്മൾക്ക് കുഴിച്ച് മൂടിയേ പറ്റൂ. നമ്മുടെ ഡയറക്ടർ ഇങ്ങനെ നൈസായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രാവിലത്തെ പ്രൈം ന്യൂസായ 9 AM ആങ്കർ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവളെ കൈക്കൂലി പോലെ ഇവളെ വശത്താക്കാണ് കേട്ടോ ഇവർ. പിന്നെയാണ് കാണിക്കുന്നത്, അവനെ നല്ല രീതിക്ക് തേച്ചിട്ടുണ്ട്. അവൾ പിറ്റേ ദിവസം 9 AM പ്രൈം ന്യൂസിൽ അവളാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇവളൊരു സാധാരണ ഒരു ലോ ഗ്രേഡിലുള്ളൊരു ആങ്കർ ആയിരുന്നു. പെട്ടെന്ന് ഇവളൊരു മെയിൻ ന്യൂസിൻ്റെ പ്രൈം ന്യൂസിൻ്റെ ഒക്കെ ആങ്കർ ആവുമെന്ന് പറയുന്നത്. എന്നിട്ട് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അടുത്ത ന്യൂസായിട്ട് പറയണത് ഇവളിൻ്റെ മിസ്സിങ്ങിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സിങ് ആണ്, ഒരു വികാരം ഒന്നും ഇല്ലാണ്ട് അവൾ പറയുന്നുണ്ട്. നമ്മുടെ മിറാൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം മിറാൻ്റെ വീട്ടുകാരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, കാരണം ഇത്ര നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ടി വിയിൽ ഈ ഡയറക്ടർ ചാൻ മിസ്സിങ് ആണെന്നുള്ള ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിറാനെ കാണിക്കുമ്പോൾ നമ്മുടെ അനിയൻകുട്ടനെ ഓടി ചെന്നിട്ട് അവളിങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയൻകുട്ടനും മിറാനും തമ്മിലുള്ള കുറച്ച് ക്യൂട്ട് മൊമെൻറ്റ്സ് ആണ്. പിന്നെ അവനിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ വെളിയിൽ ഇവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ കഴുത്തിലൊരു വിസിലിട്ട് കൊടുക്കുന്നുണ്ട് അനിയൻകുട്ടൻ. എന്നിട്ട് പറയും, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഈ വിസിൽ വിളിക്കണം, ഞാനിനെ ഓടി എത്തുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അനിയൻകുട്ടൻ എന്നിട്ട് ആ വിസിലെടുത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അവളെ, പാവം. ഇവിടെ നമ്മുടെ യങ് ഉണ്ടല്ലോ, അവളിങ്ങനെ ഓർക്കുന്നുണ്ട് അവനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സീനൊക്കെ. എന്നിട്ട് അവളിങ്ങനെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അങ്ങനെ ഇഷ്ടത്തിലാവണ കുറേ മൊമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവളെന്ന് പറയുന്നത് ഈ ഷോ ഉണ്ടല്ലോ, ഇവൻ നടത്തുന്ന ഷോൻ്റെ കമൻറ്റേറ്ററാണ്. അവളാണ് ആങ്കർ ചെയ്യുന്നത് ഇവൻ്റെ ഷോ. അപ്പോൾ ഇവൾക്ക് ഇവനായിട്ട് കുറേ ഇങ്ങനെ അടുത്തൊക്കെ ഇടപഴകണ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അധികാരത്തിന് വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു. അവളങ്ങനെ കുറേ കരയുന്നൊക്കെ ഉണ്ട്, നമുക്കറിയില്ല എന്താ സിറ്റുവേഷൻ എന്ന്. എന്നാലും എന്തോ പോലെ അല്ലേ. പിന്നെ കാണിക്കുന്നത് ഒരാൾ വന്നിട്ട് ഇവൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് നടന്ന ലാബിലേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ അയാളിങ്ങനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ആരെയും കാണുന്നില്ല. പിന്നെ ആ പ്രൊഫസർ ഉണ്ടല്ലോ, അയാൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അയാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചെന്നുള്ളൂ. പിന്നെ അങ്ങനെ കാണിച്ചുകൊണ്ട് ഇയാൾ ഈ നിൽക്കണേൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ പ്രൊഫസർ മരിച്ചിട്ടില്ല, അയാളൊരു ബെഡിലിരിക്കുക കിടക്കുവാണ് കേട്ടോ. ആ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റിൽ തന്നെയാണ് നമ്മുടെ ചാനും മിറാനും ഇപ്പോൾ ഉറങ്ങണത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാനിൻ്റെ ഫാദറും അമ്മയും അച്ഛനാണ് കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട്. അച്ഛൻ നമ്മുടെ ലവ്ലി രണ്ടറിലത്തെ നമ്മുടെ എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇമോഷണലാണ്, കാരണം ഇവർ പക്ഷേ ഭയങ്കര റിച്ച് ഫാമിലിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഫാമിലി, നമ്മുടെ ചാൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. അപ്പോൾ ചാൻ ഭയങ്കര റിച്ച് ഫാമിലിയിലാണല്ലോ. അപ്പോൾ അമ്മയും അച്ഛനും നല്ല കോമഡിയാണ്, എൻ്റെ മോൻ എൻ്റെ ഭംഗിയാണ്, എൻ്റെ ബുദ്ധിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട്, എന്തൊക്കെയാണെങ്കിലും നീ നല്ല പെൺകുട്ടിനെ കല്യാണം കഴിക്കണം. അപ്പോൾ അച്ഛൻ പറയും, അതിന് അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ. അപ്പം അമ്മ പറയും, അതിന് അവൾക്ക് വലിയ കാശില്ലാത്ത വീട്ടിൽ. അപ്പോൾ നമ്മുടെ ചാൻ പറയുന്നുണ്ട്, അവളുടെ ദാരിദ്ര്യം കൊണ്ട് അവൾ ഒരിക്കലും അളക്കരുത്. അപ്പോൾ ചിലപ്പോൾ അവൾ ഈ ഒരു പൊസിഷൻ എടുത്തത് അവളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടും കൂടി ആയിരിക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ചാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് യങ്ങിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ.
അപ്പം അമ്മ പറയുന്നുണ്ട്, നീ തണുത്ത് മരവിച്ച് പോവുള്ളൂടാ, മരിച്ച് ഇങ്ങനെ ഫ്രീസ് ടു ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് മരവിച്ച് മരിക്കൂടാന്ന് ഇങ്ങനെ അമ്മ തമാശയ്ക്കാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അതുപോലെ ഇപ്പോൾ സംഭവിച്ചു. അപ്പോൾ ചാനിനൊരു ബ്രദർ ഉണ്ട് കേട്ടോ, അവനൊരു ഇത്തിരി മന്ദബുദ്ധിയാണ്, അവനിങ്ങനെ ഓരോ പൊട്ടത്തരം. അപ്പോൾ അവൻ ഈ അച്ഛൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു വന്നേക്കാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ഒരു റിച്ചാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, അച്ഛന് വേണ്ടി ഒരു പിയാനോ പെർഫോമൻസ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പൊട്ടത്തരമൊക്കെ വെളിത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ചേട്ടാ ഇവൻ ആരുടെ ബുദ്ധിയൊക്കെയാണ് അവ കിട്ടിയിരിക്കണത്. അങ്ങനെ ഇതൊരു ക്രൂസ് ഷിപ്പിലാണ് കേട്ടോ ഇവൻ്റെ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ ക്രൂസ് ഷിപ്പിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇവനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് മിറാനും ഫാമിലിയും കൂടി വെള്ളത്തിൻ്റെ കരയിൽ നിന്നിട്ട്. അപ്പം നമ്മുടെ അനിയൻകുട്ടനെ ആ ബോട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം പറയുമ്പോൾ പറയും, ഞാൻ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ബോട്ടാണ്. പക്ഷെ അന്ന് ഇവർ പരസ്പരം അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മിറാൻ്റെ കുഞ്ഞ് ഫാമിലി മീനൊക്കെ പിടിച്ച് ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ കിട്ടി. പിന്നെ അവർ കുഞ്ഞ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി അവർ ആ കരയിൽ നിന്നിട്ട് അവരുടെ ഒരു കുഞ്ഞ് സന്തോഷം കാണിക്കുന്ന പ്രസൻ്റ് ആണ് കേട്ടോ. നമ്മുടെ മിറാൻ്റെ അമ്മ ഓരോ അമ്പലങ്ങളിലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പാവം ബാക്കിയുള്ള മറ്റവനെ എല്ലാം മക്കളൊക്കെ നഷ്ടപ്പെട്ട എല്ലാ അമ്മമാർക്കും വിഷമം തന്നെയാണ്. പക്ഷേ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചും കൂടി കഷ്ടമാണല്ലോ. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മിറാൻ്റെ അച്ഛനമ്മയ്ക്ക് ഒരു പാർസലിൽ ഇത് വരികയാണ്. ആ ലെറ്ററിൻ്റെ ഉള്ളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിറാൻ മരിച്ചിട്ടില്ല, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് മിറാൻ്റെ ഈ ക്യാപ്സ്യൂളും ഉള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് സന്തോഷം, കാരണം അവൾ ജീവനോടെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അച്ഛനമ്മയും കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ആ ലെറ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിറാനെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്ന്. പിന്നെ കാണിക്കുന്നത് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവൾ കോളേജ് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ഗ്രാജുവേഷനൊക്കെ ആയി. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കുന്ന അവിടെ മിറാൻ്റെ ഫോട്ടോ കാണും കേട്ടോ. അങ്ങനെ പിന്നെ അവരും അവരുടെ കുറച്ച് പഴയ മെമ്മറീസ്, നല്ല അടിപൊളി സ്വീറ്റ് മെമ്മറീസൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ അവർ ആരായിരിക്കും എന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പാവം നമ്മുടെ മിറാൻ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നതൊക്കെ. അപ്പോഴാണ് മിറാൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും അവളെ പറ്റി വല്ല വിവരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇവരോട്. പിന്നെ കാണിക്കുന്നത് ഈ എക്സ് ഉണ്ടല്ലോ, ഇവളെ കുടിച്ച് ബോധമില്ലാണ്ട് അവൻ കാരണമാണ് ഇവള് അപ്രത്യക്ഷമായെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ഒളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരാളോടും പറയാതെ അവൾ പോയതാണ് ഏറ്റവും വലിയ ദുരൂഹത. പിന്നെ അത് മാത്രമല്ല അവൾ ആരും കോൺടാക്റ്റും കൂടി ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കൂട്ടുകാരത്തി പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവളുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അവൾ ഏത് സമയവും വർക്ക് ചെയ്യണ ആ ഷോൻ്റെ അവനായിട്ട് ഇവൾ റിലേഷൻഷിപ്പിൽ ഇഷ്ടത്തിലായിട്ട് എനിക്ക് തോന്നുന്നു അവർ ഒളിച്ചോടി പോയതാന്ന്. നീ ന്യൂസ് കേട്ടില്ലേ, ആ ഡയറക്ടറും കൂടി കാണാതായിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എക്സിന് നെഞ്ച് പൊട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. കാരണം ഈ കൂട്ടുകാരത്തി ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ അമ്മ ഞാൻ എപ്പോഴൊക്കെ അവളെ പറ്റി ചോദിക്കുന്നു അപ്പോഴൊക്കെ അവളുടെ അമ്മയുടെ മുഖത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു ഇതുകൾ എക്സ്പ്രഷനൊക്കെ വരും. എന്നിട്ട് അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ പുറത്ത് പഠിക്കാൻ പോയെന്നാണ് പറയണത്. അപ്പോൾ കൂട്ടുകാരത്തി പറയും, ഇങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആയി, എൻ്റെ പൊന്നോ കാട് കയറി പോവാണ്, പാവം നമ്മുടെ മിറാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ എക്സ് ഉണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കുകയാണ്, മിറാനും ചാനും കൂടിയിട്ട് ഇവൾ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഉള്ള സീനുകളൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പൊട്ടലിരുന്ന് അലറി പൊളിച്ച് കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചാനിൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇത്രയും റിച്ചായ ഫാമിലിയാണ്. എന്നിട്ട് ഇങ്ങനെ പാംപ്ലെറ്റ്സ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വിതരണം ചെയ്യാണ്, നോട്ടീസ് ഇട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ക്ലൂവും കൂടി കിട്ടിയിട്ടില്ല പാവങ്ങൾ. ഇവൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾ ഇതൊക്കെ അങ്ങനെ നോട്ടീസ് വായിച്ചിട്ട് നിലത്തിടാണ്. അതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്, ഒരാളെ കാണാണ്ടായിട്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ന്യൂസ്. പിന്നെ കാണിക്കുന്നത് ചാനിൻ്റെ ഫാമിലി അവിടെ നിന്ന് മാറിപ്പോവാണ്, കാരണം അവനില്ലാത്ത സ്ഥലത്ത് നിൽക്കണ്ടെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ മിറാൻ്റെ ഫാമിലിയും. പക്ഷേ അനിയൻകുട്ടന് ഒട്ടും സംഭവിക്കണില്ല, മിറാനില്ലാതെ വരില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയൻകുട്ടൻ അവൾക്ക് വേണ്ടി ഡയറി ചെയ്താണ്, മിറാൻ എനിക്ക് നിന്നെ മിസ് ചെയ്യണു. പിന്നെ ഒരു ദിവസം അവൻ എഴുതും, ഞാൻ നിനക്ക് ബണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്ക്. പിന്നെ കാണിക്കുന്ന അവൻ വലുതായി കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൊല്ലം പോയി എന്നാണ് കാണിച്ചത്. അവൻ എപ്പോഴും അവൾക്ക് വേണ്ടി ലെറ്റർ ചെയ്താണ്. ചാനിൻ്റെ ഫാമിലി ആണെങ്കിലും ആകെ കാശൊക്കെ ഇല്ലാത്ത പോലെ ഒരു കോലം കെട്ട രൂപത്തിലായി. അച്ഛനും അമ്മയൊക്കെ ഇത്ര റിച്ച് ആയിരുന്നവരെ അവരൊക്കെ ഇപ്പോഴും ഇത് ഈ നോട്ടീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലോ ഇത്രയും നാളായില്ലേ അവൻ്റെ ഫയലും അവൻ്റെ മിസ്സിങ് പേഴ്സൺ എന്നൊക്കെ എഴുതി വെച്ച നോട്ടീസൊക്കെ എല്ലാവരും എടുത്ത് പെട്ടിയിലാക്കി. പിന്നെ കാണിക്കുന്നത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കൊറിയയാണ് 2019 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞു. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാനിൻ്റെ ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഡയറക്ടർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഡയറക്ടർ ഒരുത്തനിട്ട് പൊരിക്കുന്നുണ്ട്, ലോ റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ കോലമുടിയൻ. ഇപ്പം അവനൊരു പിപ്പിരി മുടിയനായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നല്ല ഹീൽസൊക്കെ ഇട്ട് സ്റ്റൈലായി വരുന്ന നമ്മുടെ നായാങ് ആണ്. അവളിപ്പോൾ വലിയ ഹെഡ് ന്യൂസിൻ്റെ ഒക്കെ വലിയ ഹെഡായിട്ടിരിക്കുകയാണ്. അപ്പം അവൾ പറയണ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പെൺകുട്ടി കുറേ 10 കൊല്ലം മുമ്പ്
ഈ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആ എഗ്ഗ് വെച്ചിട്ട് ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു അമ്മയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ക്രയോണിക്സ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇവൾക്ക് അതിങ്ങനെ പറയുമ്പോൾ ആ വേർഡ് ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എനിക്കിന്ന് ഒരു സെമിനാർ ഇരിക്കുകയാണ് കേട്ടോ. സെമിനാറിൽ ഇരിക്കുമ്പോൾ ഒരു ചെക്കൻ, എനിക്ക് തോന്നുന്നു ആ അസിസ്റ്റൻറ്റ്, പ്രൊഫസറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, അവർ പെട്ടെന്നൊരു അവൻ്റെ ടാബിലൊരു അലാം സൈൻ വരും, എന്തൊക്കെയോ അങ്ങനെ റെഡ് ലൈറ്റൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ പെട്ടെന്ന് ആ കോൺഫറൻസിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഇവൻ ആ ടാബിൽ കൂടെ ഇവൻ്റെ CCTV നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫസറെ കാണാനില്ല. പിന്നെ കാണിക്കുന്നത് ഈ പ്രൊഫസർ മുടിയൊക്കെ അങ്ങനെ നീണ്ടു കിട്ടോ. അയാൾ കാണാൻ ഇപ്പോൾ വേറെ രൂപമായിട്ടാണ്. അയാൾ ഇങ്ങനെ തപ്പി നടന്നിട്ട് ഒരു ഫ്രിഡ്ജിൽ നിന്ന്, ഫ്രീസറിൽ നിന്ന് ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സിറിഞ്ചിലാക്കിയിട്ട് നമ്മുടെ ഇവൻ്റെയും അവളുടെയും ക്യാപ്സ്യൂളിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഈ പ്രൊഫസർ, ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിലും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് എന്തുണ്ടായി, പോലീസ് പിന്നാലെ തന്നെയുണ്ട്. ഇവിടെ നമ്മുടെ വൈസ് പ്രൊഫസർ എന്ത് ചെയ്യുമോ, എന്തൊക്കെയോ സ്വിച്ചുകളൊക്കെ ഓൺ ആക്കിയിട്ട് ടെമ്പറേച്ചറൊക്കെ ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് കാണാം ഇവൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഡോർ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു മെഡിസിൻ നമ്മുടെ ചാനിനൊരു കുത്തു കൊടുക്കും, മിറാനൊരു കുത്തു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇയാൾ നിലത്തേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. കാറ്റ് പോയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴുണ്ട് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആരോ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഈ മൂത്ത പ്രൊഫസർ ഹ്വാങ് എണീറ്റെന്ന് തോന്നുന്നൊക്കെ ആരോ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ചാനിൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കണതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ജീവനും ശ്വാസമൊക്കെ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ മിറാനും കൈയൊക്കെ അനക്കുന്നുണ്ട്. അവളെന്ത് ചെയ്യും, ഇങ്ങനെ ചുമച്ച് ഭയങ്കര ചുമൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ആ ക്യാപ്സ്യൂളിൽ നിന്ന് കഷ്ടപ്പെട്ട് എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവളിങ്ങനെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാൻ എണീക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ചാൻ ഇങ്ങനെ സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവന് ഈ ടെമ്പറേച്ചർ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വഴിയിൽ അവന് കൊളാപ്സ് ചെയ്ത് വീഴുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ കൂടി എന്ത് ചെയ്യും, അവനെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. ഇവിടെ മിറാനാണെങ്കിലോ ബോധം കെട്ട് കിടക്കാണല്ലോ. അവളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എണീക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇവൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് നടക്കുന്ന ലാബിലേക്ക് വരുവാണ്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഈ സിറിഞ്ചൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഇവരെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ ഇയാൾ നോക്കുമ്പോൾ പ്രൊഫസർ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതും കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഇവന് ഭയങ്കര എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കയറ്റുവാണ്. അപ്പോൾ എല്ലാം നോർമലാണ്, പക്ഷേ എൻ്റെ ടെമ്പറേച്ചർ മാത്രം ഭയങ്കര ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ടെമ്പറേച്ചർ കുറവായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല, ഇനി തെർമോമീറ്ററിന് എന്തെങ്കിലും പ്രശ്നമാണോ. കാണിക്കുന്നത് മിറാനും ഇതേ അവസ്ഥയിലാണ് കേട്ടോ. അവൾ അങ്ങനെ എന്ത് ചെയ്യും, അവളുടെ വീട്ടിലേക്ക് പോകണ ആ ബസ്സിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറും. എന്ത് ചെയ്യും, ഇവള് പൈസ ഇങ്ങനെ ഇടും. എന്നിട്ട് ഇവള് ബാലൻസ് ചോദിക്കും, പൈസയുടെ ഒക്കെ വില കൂടിയാലോ. അപ്പോൾ ഈ ഡ്രൈവർ പറയും, അഡൾട്ടിന് ഇപ്പോൾ $1 5 സെൻറ്റുമാണ്. എന്നിട്ട് ഇവളിങ്ങനെ നോക്കുമ്പോൾ പൈസ കൂടി. അപ്പോൾ ഡ്രൈവർ പറയും, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് കൂടിയതാണ് മോളെ. എന്നിട്ട് ഇവൾ ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിലോ ഇവൻ്റെ വിചാരം ഇവൻ പറയും, എനിക്കിപ്പോൾ പോകണമെങ്കിൽ ഷൂട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറയും, നിങ്ങൾക്കിപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ടെമ്പറേച്ചർ ഭയങ്കര അബ്നോർമലാണ്, ഞങ്ങൾക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ഇവരാണെങ്കിൽ പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. ഇവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ ഡീറ്റെയിലും ഷൂട്ട് ചെയ്യണം, എനിക്ക് ദയർ ചെയ്തേ പറ്റൂ ഈ ഒരു സംഭവം, എനിക്ക് എന്താണെങ്കിലും പോകണം. അപ്പോഴേക്കും ഇവൻ വീണ്ടും ബോധം കെട്ട് കൊളാപ്സ് ആവാണ് കേട്ടോ. അപ്പോൾ നേഴ്സ് വീണ്ടും അവന് പല ഭാഗത്ത് വെച്ച് തെർമോമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതേ റീഡിങ് തന്നെയാണ് കാണിക്കണത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ടെമ്പറേച്ചറിൽ ആർക്കാണ് ജീവിക്കാൻ പറ്റുക. എന്നിട്ട് അവൻ വീണ്ടും ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ പറയും, എനിക്ക് പോയേ പറ്റും, നമ്മുടെ കൊറിയയുടെ ബയോടെക്നോളജി ഇപ്പോൾ ആകെ അവതാളത്തിലായിട്ട് ഇരിക്കുകയാണ്, എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ അയാളുടെ നമ്പർ താന്ന് പറയുമ്പോഴേക്കും അവൻ വീണ്ടും ബോധം കെടും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, വീണ്ടും എണീറ്റിട്ട് ഇങ്ങനെ പറയും, വെറൈറ്റി ഡിപ്പാർട്ട്മെൻറ്റ് TBO. എന്നിട്ട് അവൻ്റെ പേര് ഇങ്ങനെ പറയും. അപ്പോൾ പേര് ഫുള്ള് പറയില്ല കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സിന് ആകെ കൺഫ്യൂഷൻ, ഇത് എന്തത്. ഇവിടെയാണെങ്കിലും വെറൈറ്റി ഇവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ പിപ്പിരിമുടിയനായാലും ഇപ്പോൾ പിപ്പിരിമുടിയൻ എല്ലാവരും ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. മൂപ്പരാണ് ഇപ്പോൾ ഹെഡ്. അപ്പോൾ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, ഞാൻ എടുക്കണം, ഞാൻ ഇവിടുത്തെ ചീഫാണ്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഇങ്ങനെ പറയും, അതെ ഞങ്ങളുടെ ചീഫ് ഭയങ്കര ബിസിയാണ്, നിങ്ങൾ പറഞ്ഞ ആ ചാനോ അയാളോട് ഇതൊന്ന് കൺവിച്ച് പേര് കേട്ടിപ്പിക്കും, നമ്മുടെ പിപ്പിരിക്ക് ഫോൺ എടുക്കൂട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ പറയും, ആരെ സംസാരിക്കണം. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾക്ക് ചാനിനെ അറിയോ, അയാൾ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ചാൻ പറയും, ആ ഫോൺ എനിക്ക് കാട്ട്. എന്നിട്ട് ഇവനെന്ത് ചെയ്യും, നമ്മുടെ പിപ്പിരിനെ കുറേ ചീത്ത പറയുന്നുണ്ട്. എടാ നീ എന്താ ധൈര്യമാണ് നിനക്ക്, നിന്നോട് ആര് പറഞ്ഞാൽ അത് ആ ഷോ എൻഡ് ചെയ്തിട്ട് വൈഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ അതത് ഷൂട്ട് ചെയ്യാത്ത, നിന്നോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്, നീ ഇപ്പം എവിടെയാടാ. ഇപ്പം ഇവൻ ചീഫായത് ഇവനറിയില്ലല്ലോ. അപ്പോൾ ഇവൻ പിപ്പിരി പറയും, അല്ല ശരിക്കും. അപ്പോൾ ഇവൻ നല്ല ചീത്ത പറയും, അപ്പോൾ ശരിക്കും നീ ജീവനോടെ ഉണ്ടാ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, നീ മര്യാദയ്ക്ക് ഒരു റിട്ടേൺ അപ്പോളജി എഴുതി തന്നോ. ഇവൻ്റെ വിചാരം ഇപ്പോഴും ഇവനാണ് ബോസ് എന്ന്. അപ്പോഴേക്കും ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നു വന്നിട്ട് നീ ക്യാമറയും കൂടെ എടുത്തോ, മര്യാദയ്ക്ക് എന്നെ ഷൂട്ട് ചെയ്തോ. അപ്പോഴേക്ക് അച്ഛനമ്മ ഇങ്ങനെ എത്തിട്ടാ അച്ഛനമ്മ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്ക് ആവുകയാണ്, കാരണം ഇവൻ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അമ്മയ്ക്കൊക്കെ സന്തോഷം വരുന്നുണ്ട്. അങ്ങോട്ട് അച്ഛൻ ഇവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഇവൻ വീണ്ടും ബോധം കെടും. അപ്പം അമ്മ ബോധം കെടും, ചേച്ചി വീട് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ ഒരു അലമ്പ് സീന്. ഇവിടെ നമ്മുടെ പിപ്പിരിതാലൻ എന്ത് ചെയ്യുമോ ഇവൻ്റെ ക്യാബിനിൽ വന്നിട്ട് ഡയറക്ടറെ വിളിച്ച് പറയട്ടെ. അപ്പോൾ ഡയറക്ടർ ആദ്യം ശരിക്കും അവർ ശരിക്കും ജീവനോടെ ഉണ്ടാ. ഇവിടെ മിറാനാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ തട്ടാണ്, പക്ഷെ ആരും തുറക്കുന്നില്ല കേട്ടോ. അങ്ങോട്ട് അകത്ത് ചെല്ലുമ്പോൾ ഫുള്ളും കാലിയായിട്ടിരിക്കണ്. അപ്പം അപ്പുറത്തെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ താമസിച്ചവരൊക്കെ മുമ്പേ പോയതാണ്, നീ ആ ലാൻഡ് ലോഡിനെ വിളിച്ച് നോക്ക്. അപ്പോൾ ഇവള് അയ്യോ എൻ്റെ വീട്ടുകാരൻ ഈ ലാൻഡ് ലോഡ് പുറത്താക്കിയോ റെൻ്റ് അടയ്ക്കാത്തതിന്. എന്നിട്ട് ഇവള് ഫോൺ വിളിക്കട്ടെ, പണ്ടത്തെ നമ്മുടെ നോക്കിയയുടെ ആ കോലൊപ്പി ഫോൺ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഇതിൽ ഫോൺ കണക്റ്റ് ആവുന്നില്ല. എന്നിട്ട് ഇവള് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. മൊബൈൽ ഷോപ്പുകാർ ഇതിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചെക്കന്മാർ പറയും ഈ ഫോണിൻ്റെ ചാർജർ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ പറയും ഞാൻ 3 മാസം മുമ്പ് വാങ്ങിയത്, ഇത് പുതിയ ഫോണാണ്. അപ്പോൾ ഈ ചെക്കന്മാർ പറയും ഈ ടൈപ്പ് ഫോൺ ആരും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യണില്ല. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഇവളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവളിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഫാമിലി കാണാതായിപ്പോയി, അവരൊന്ന് കണ്ടുപിടിച്ചിട്ട്. ഇവളാണെങ്കിൽ ആകെ വയ്യാണ്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിക്കും അല്ല നിങ്ങൾ പേരൻസിനെ എപ്പോഴാണ് കണ്ടത്? അപ്പോൾ പറയും ഇന്നലെ. അപ്പോൾ ഇവർ ചോദിക്കും എന്നിട്ട് ഇവരൊന്നും പറയാതെ മുങ്ങിയോ? അപ്പോൾ പറയും അവരിപ്പോൾ ഇങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അവരെങ്ങോട്ടോ പോയി. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ അഡ്രസ്സ് ഒന്ന് പറ. പിന്നെ കാണിക്കുന്ന ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, നമ്മുടെ മൂത്ത പ്രൊഫസർ മരിച്ചിട്ടില്ല കേട്ടോ, അയാൾ വീണ്ടും കിടപ്പിലായിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരാളെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഫ്രോസൺ ഹ്യൂമൻസ്, ഈ ഫ്രോസൺ ചെയ്ത ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പോലീസുകാരന്മാരിങ്ങനെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും മോളുടെ അമ്മയുടെ ഫോൺ നമ്പർ പറ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ വേറൊരുത്തൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവൾക്ക് ശരിക്കും ഭ്രാന്താണ്, ഒരു ചെറിയൊരു വട്ടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പറയും മോളുടെ ID കാർഡ് ഒന്ന് കാണിക്കുക. അപ്പോൾ അവളിങ്ങനെ ബാഗിൽ നിന്ന് അവളുടെ ഡയറി ഒക്കെ പുറത്തെടുക്കും. 1999 ഡയറി കേട്ടോ. എന്നിട്ട് പിന്നെ അവളുടെ ബാഗിൽ നിന്നുള്ളത് ഫുള്ള് പഴയ കാര്യങ്ങൾ. എന്നിട്ട് ഇവിടെ ID കാർഡ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിക്കും, കാരണം അതിൽ അവൾ 1976 ജനിച്ചത്. അപ്പോൾ ഇവർ ചോദിക്കും നിനക്ക് 42 വയസ്സായോ? അങ്ങനെ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും ഇവളുടെ ID കാർഡ് വെച്ചിട്ട് ഇവളുടെ അമ്മയുടെ പേര് കണ്ടുപിടിക്കും. എന്നിട്ട് അമ്മയുടെ ഫോൺ നമ്പറേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ അമ്മ എടുക്കാണ്ടാവും. അപ്പോൾ ഇവൾ പറയും ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക്. എന്നിട്ട് ഇവൾ എന്ത് ചെയ്യും വോയിസ് മെയിൽ ഇങ്ങനെ അയക്കുന്നുണ്ട്, അമ്മ എവിടെയാണ്, നിങ്ങളവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ, പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴുണ്ട് ഒരു ഫീമെയിൽ കോൺസ്റ്റബിൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും മാഡം ഏത് കോസ്മെറ്റിക്കാണ് യൂസ് ചെയ്യണത്? അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിറാൻ്റെ വീടാണ്. അപ്പം അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വോയിസ് മെയിൽ ഇങ്ങനെ കേൾക്കിട്ടോ. പാവ അമ്മ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പം അച്ഛനും അനിയൻകുട്ടനും ഇങ്ങനെ അനിയൻകുട്ടൻ വലുതായിട്ടപ്പോൾ ഓടി വന്നിട്ട് അപ്പം അമ്മ പറയും അവൾ ജീവനോടെ ഉണ്ട്, അവൾ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയും. അങ്ങനെ അച്ഛനമ്മയും ഓടിയ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാർ പറയും അവളിപ്പോൾ തന്നെ പോയി, അവൾ ഏതോ സ്കൂളിലേക്ക് പോവാണ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡയറക്ടർ എടാ ശരിക്കും. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാ. അപ്പോൾ പിപ്പിരിതലയും പറയും ശരിക്കും. അപ്പോൾ ഈ പിപ്പിരിതല പറയുന്നത് അവനെങ്ങാനും കണ്ടുപിടിച്ചാലും നമ്മൾ തോളിപ്പിച്ചു എന്ന്. അപ്പോൾ ഡയറക്ടർ പറയും നീ പ്രശ്നമൊന്നും അറിയിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ അറിയരുത്, അവൻ്റെ വാ തുറന്നു പോകരുത്. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചിരിക്കണം, കാരണം ഇവന് 52 വയസ്സാണ്. ഇവനാണെങ്കിൽ കാണാനും അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ലെങ്കിലേ നല്ല വയസ്സുണ്ട്, ശരിക്കും അവന് നല്ല വയസ്സുണ്ട്, പക്ഷെ എന്ത് ലുക്കാണല്ലേ. ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ അതിശയിച്ചിരിക്കുകയാണ്, കാരണം ഇതുപോലൊരു കേസുകൾ ഇതുപോലെ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ചാൻ എന്ത് ചെയ്യും ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എനിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മനോട് ഇങ്ങനെ ചോദിക്കും അമ്മ എന്താ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഇത്ര വയസ്സായത്? എന്നിട്ട് അച്ഛനോട് പറയും അച്ഛന് വലിയ മാറ്റമൊന്നുമില്ല, അതുപോലൊക്കെ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ ചേച്ചി ചോദിക്കും എടാ നീ എങ്ങനെയാണ് ഇത്ര ചെറുപ്പമായിട്ടിരിക്കണത്? അപ്പോൾ ശരിക്കും അച്ഛനല്ല കേട്ടോ, ഇവൻ്റെ അനിയനാണ്. അനിയൻ പറയും എടാ ഞാൻ നിൻ്റെ അനിയനാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇവർ വട്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കും ഇന്നത്തെ ദിവസം എത്രയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ പിപ്പിരിത്തലേനും ഡയറക്ടറും വരുന്നത്. ഡയറക്ടർ ഇങ്ങനെ വാ തുറന്നിരിക്കുന്നുണ്ട്, പിപ്പിരിത്തലേനാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ചേ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ചാൻ ചോദിക്കും ആരാ നീ? അപ്പോൾ പിപ്പിരിത്തലൻ പറയും എല്ലാം എൻ്റെ തെറ്റാണ്, നീ എന്നെ കൊന്നുകളയും. അപ്പോൾ ഇവൻ ചോദിക്കും നിനക്ക് ആൾ മാറിയോ, നിനക്ക് എന്നെ അറിയോ? അപ്പോൾ പറയും ഞാനാണ് ഹ്യുഞ്ചി. അപ്പോൾ ഇവനിങ്ങനെ വാ തുറന്നിരിക്കുന്നുണ്ട് നമ്മുടെ ചാൻ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഈ മിറാനാണ് കേട്ടോ. അങ്ങനെ ഇവളിങ്ങനെ അവിടുത്തെ സ്കൂളിൻ്റെ ആ ഒരു ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ് പാർക്കിൻ്റെ. അപ്പോൾ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ഇയർബഡ്സിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളിത് എന്തുവാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് 2009 ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ പോണതും ആ കുട്ടിയുടെ ബാക്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ടീഷർട്ട് കേട്ടോ, ടീഷർട്ടിൽ 2019. അപ്പോൾ അവളിങ്ങനെ വാ തുറന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിലോ ഇവനും കിളി പോയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെന്ത് ചെയ്യും ഓടി പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ 2019 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് കണ്ടിങ്ങനെ പൊളിച്ചിരിക്കണം നമ്മുടെ ചാനിനെയും റാൻഡിനെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ്.